ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ബെയറിംഗ് ഇരിക്കുന്ന ഭാഗമാണ്. ഇത് ഡ്രമ്മാണ്. ഡ്രമ്മിൻ്റെ ബെയറിംഗ് ഇരിക്കുന്ന ഒരു സൈഡ് 62.05 അതിനകത്ത് സൈഡിൽ 62.04 ആണ് വരുന്നത്. ഇത് ഇവിടെ. അപ്പോൾ ഞാൻ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബെയറിങ്ങിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെള്ളം ഇറങ്ങിയത് എന്താണെന്നുള്ളത് ഞാൻ രീതി കാണിച്ചു തരാം. ഇത് 62.05 ബെയറിങ്ങാണ്. ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന ഗ്രീസും അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങിക്കുന്നുണ്ട്. ഈ ഒരു രീതി ഇരിക്കുന്നത്, ഈ ഇരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഇത് നമുക്ക് 62.04. ഇത് അത്യാവശ്യം വെള്ളമൊന്നും കയറിയിട്ടില്ല. കുറച്ച് ഗ്രീസ് ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇത് പോയതാണ്. ആ ഒരു കറക്റ്റായിട്ട് തന്നെ സീൽഡായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നതാണ്. ബാക്ക് സൈഡിൽ ഇരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വാട്ടർ സീൽ, ഇതിനൊരു വാട്ടർ സീലുണ്ട്. വാട്ടർ സീൽ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ആണ് വെള്ളം ഇറങ്ങി ഈ ബെയറിങ്ങിനകത്ത് വെള്ളം ഇറങ്ങി. ബെയറിങ്ങിനകത്ത് വെള്ളം ഇറങ്ങാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഈ ഒരു വാട്ടർ സീലർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സീറ്റിംഗ് ആവാത്തത് കൊണ്ടായിരിക്കണം വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. ഈ വാട്ടർ സീൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വാട്ടർ സീലർ വരുന്നത്. ഈ വാട്ടർ സീലറിനകത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് 62.05 കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വേണമെങ്കിൽ അടുത്ത് നമ്മളിത് ഒന്നില്ലെങ്കിൽ വാട്ടർ സീലർ മാറണം, വേറൊരു വാട്ടർ സീലർ ഇട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് വെള്ളം ഇറങ്ങാതിരിക്കത്തുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് വെള്ളം നിൽക്കുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് കൂടുതലും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രമ്മ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിനകത്തുള്ള ബെയറിങ്, ഇപ്പം ഡ്രമ്മ് മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഡ്രമ്മ് മാറിയതായിരുന്നേ, ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാനിപ്പോൾ അഴിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഡ്രമ്മ് മാറിയതാണ്. ഡ്രമ്മ് ഫുള്ളാണ് മാറിയത്. അതുപോലെ സ്റ്റീലിനെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഇട്ട സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 62.05 മാറിയിട്ടില്ല, ബെയറിങ് മാറിയില്ല. ബെയറിങ് മാറിയായിരുന്നു നമുക്കിതിപ്പം രണ്ടാമത് അഴിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അപ്പം കഴിവതും ഡ്രമ്മ് ചേഞ്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ സ്പൈഡർ ചേഞ്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ 62.0 എന്നുള്ള ആ ഒരു ബെയറിങ് മാറിക്കൊടുക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ സീലർ നോക്കുന്നതും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ.